റിട്ടയർമെന്റ് ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? സമാധാനം, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പേടിയാണോ? സത്യം പറഞ്ഞാൽ മിക്കവർക്കും ഇതൊരു ടെൻഷൻ പീരീഡാണ്. കയ്യിലുള്ള കാശ് തികയുമോ, മരുന്നിനും മക്കൾക്കുമൊക്കെയായി എത്ര മാറ്റി വെക്കണം, ഇതൊക്കെ സങ്കീർണമാണ്. പക്ഷെ ഇതിനൊരു കൃത്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ സംഗതി സിമ്പിളാക്കാം. 2026 നമ്മൾ നിൽക്കുമ്പോൾ പഴയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ മാത്രം പോരാ, പുതിയ കാലത്തെ ചില മാറ്റങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. 5 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ ഇന്നത്തെ ചിലവുകൾ ഒന്ന് കൃത്യമായി എഴുതി നോക്കിയിട്ടുണ്ടോ? ഒരു മാസം എത്ര രൂപ വേണം? ഇത് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ റിട്ടയർമെന്റിൽ എത്ര വേണമെന്ന് പറയാൻ പറ്റൂ. നമ്മൾ വിചാരിക്കുന്നത് വലിയൊരു തുകയായിരിക്കും. അത് വിലക്കയറ്റം അഥവാ ഇൻഫ്ലേഷൻ എന്ന് ലളിതമായി പറയാം. അത് കൂടുമ്പോൾ ഇന്ന് നിങ്ങൾ ചിലവാക്കുന്ന 10,000 രൂപയ്ക്ക് 10 വർഷം കഴിഞ്ഞാൽ അതേ മൂല്യമുണ്ടാവില്ല. അപ്പോൾ ആ പണപ്പെരുപ്പത്തെ കൂടി കണക്കിലെടുത്ത് വേണം നിങ്ങളുടെ റിട്ടയർമെന്റ് കോർപ്പസ് അല്ലെങ്കിൽ ആ വലിയ സമ്പാദ്യം എത്രയാണെന്ന് നിശ്ചയിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, 10 വർഷം മുൻപത്തെ ചായയുടെ വിലയാണോ ഇന്നത്തെ ചായക്ക്? അല്ലല്ലോ. അതേ മാറ്റം നിങ്ങളുടെ എല്ലാ ചിലവിലും വരും. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. പ്രായമാകുമ്പോൾ ഏറ്റവും കൂടുതൽ പണം പോകുന്നത് ആശുപത്രിയിലാണ്. സത്യമായിട്ടും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ സേവിങ്സ് ഒക്കെ ഒരു അസുഖം വന്നാൽ തീർന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. വെറുതെ ഒരു പോളിസി എടുത്താൽ മാത്രം പോരാ. ഇന്ന് ചികിത്സാ ചെലവ് കൂടുന്ന രീതിക്ക് അത് എത്രത്തോളം ഉപകരിക്കും എന്ന് പഠനത്തിന് വിധേയമാക്കണം. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും തോറ്റുപോകുന്നത്. ഇൻഷുറൻസ് ഒരു ബാധ്യതയല്ല, ഇതൊരു സുരക്ഷാ കവചമാണ് നമ്മൾ അറിയണം. മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ കടങ്ങളാണ്. റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് ഹോം ലോണോ പേഴ്സണൽ ലോണോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ നോക്കണം. കയ്യിൽ വരുന്ന പെൻഷൻ പണമോ ഇൻട്രസ്റ്റ് പണമോ EMI അടയ്ക്കാൻ പോയാൽ പിന്നെ ജീവിതം ബുദ്ധിമുട്ടാകും. കടമില്ലാത്ത ഒരു റിട്ടയർമെന്റ് അതൊരു വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് ജോലി ഉള്ളപ്പോൾ തന്നെ ചെറിയ തുകകൾ വെച്ച് വലിയ കടങ്ങൾ അടച്ചു തീർക്കാൻ ശ്രമിക്കാം. നാലാമത്തെ പോയിന്റ് ഇൻകം സ്ട്രീമുകളെ കുറിച്ചാണ്, അതായത് വരുമാന മാർഗങ്ങൾ. റിട്ടയർമെന്റ് എന്നാൽ ജോലി നിർത്തുക എന്നാണ്, വരുമാനം നിർത്തുക എന്നല്ല. ഒന്നിൽ കൂടുതൽ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കാൻ നോക്കാം. ചിലപ്പോൾ ഇതൊരു റെന്റൽ ഇൻകം ആയിരിക്കാം, അല്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടുന്ന ഓഹരികളായിരിക്കാം. ഇതെല്ലാം നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വെക്കാം. ഒരിടത്തു നിന്ന് മാത്രം പണം വരുന്നത് ഇന്നത്തെ കാലത്ത് റിസ്ക് ആണ്. വ്യത്യസ്തമായ നിക്ഷേപങ്ങൾ, അതാണ് 2026 സ്മാർട്ട് മൂവ്. അവസാനമായി നിങ്ങളുടെ വില്ല് അഥവാ വിൽപത്രം തയ്യാറാക്കുക എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ വലിയ കാര്യമായി തോന്നാം, പക്ഷേ നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ കുടുംബത്തിന് തർക്കങ്ങളില്ലാതെ ആ പണം ലഭിക്കണം. അത് നേരത്തെ പ്ലാൻ ചെയ്യുന്നത് ഒരു മാന്യതയാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ റിട്ടയർമെന്റ് എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ 2ാം ഇന്നിംഗ്സായി മാറ്റാം. അത് ആസ്വദിക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ പണിയാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു പക്ഷെ നിങ്ങൾ അറിഞ്ഞു കാണും. ചെറിയ സ്റ്റെപ്പുകൾ എടുത്താൽ മതി. തുടക്കമാണ് പ്രധാനം. നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറുമായി സംസാരിക്കുക.